Hello my dears, shall we do the activities of Voices of Unison? Voices of Unison activitiesiലേക്ക് സ്വാഗതം. ഫസ്റ്റ് ആക്ടിവിറ്റി 1 വേർഡ് ഹണ്ട്. ഇന്ന് വേർഡ്സ് കണ്ടുപിടിക്കാനാണ്. Look at the word together. Together എന്ന് പറയുന്ന വേർഡ് കണ്ടല്ലോ. Find as many words from this word. ഈ ഒരു വേർഡിൽ നിന്നും നിങ്ങൾക്ക് എത്ര വേർഡ്സ് കണ്ടെത്താൻ പറ്റും അത്ര വേർഡ്സ് കണ്ടെത്തുക. അപ്പോൾ അക്ഷരങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചേഞ്ച് ചെയ്യാം. ഒറ്റ ഇതേ തന്നെ വേണമെന്നില്ല, പക്ഷെ ഇതിലുള്ള അക്ഷരങ്ങൾ മാത്രം യൂസ് ചെയ്തുകൊണ്ട്. എന്നിട്ട് എന്ത് ചെയ്യണം? ഫൈൻഡ് ആസ് മെനി വേർഡ്സ് ഫ്രം ദിസ് വേർഡ്. റൈറ്റ് ഈച്ച് വേർഡ് യു ഗെറ്റ് ഇൻസൈഡ് എ സ്റ്റാർ. നിങ്ങൾക്ക് കിട്ടുന്ന ഓരോ വേർഡ് ഓരോ സ്റ്റാറിനകത്ത് എഴുതുക. യു വിൽ ഗെറ്റ് 5 stars ഇഫ് യു റൈറ്റ് 5 words. 5 words എഴുതുന്നവർക്ക് 5 stars കിട്ടും. അപ്പോൾ ഏതൊക്കെ വേർഡ്സ് എഴുതാൻ നമുക്ക്? ഗോ, അതർ, ഗ്രീറ്റ്, ട്രീ, ഗെറ്റ്, ട്രീ. ഇത്രയും വേർഡ്സേ കിട്ടുള്ളൂ? അല്ല, ഇനിയും ഒത്തിരി വേർഡ്സ് ഉണ്ട്. ഈതർ, ഹീറോ, ഗോട്ട്, ടോർ, ഹിയർ, ഹർ, ടോ, he, there, or, hot, the, key, rot. അപ്പം ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻസ് എക്സാമിന് വരാൻ നല്ല സാധ്യതയുണ്ട്. ഈ ഒരു പാഠത്തിൽ നിങ്ങൾ പഠിച്ച ഈ ഒരു പാഠം എന്നല്ല, നിങ്ങളുടെ പുസ്തകത്തിലുള്ള ഏതെങ്കിലും ഒരു പാഠത്തിൽ നിങ്ങൾ പഠിച്ച ഏതെങ്കിലും ഒരു വേർഡ് തന്നിട്ട് അതിൽ നിന്നും ഒരു 5 വേർഡ്സ് ഉണ്ടാക്കാനൊക്കെ പറയും, അതിലുള്ള അക്ഷരങ്ങൾ യൂസ് ചെയ്തിട്ട്. അപ്പം നമ്മൾ കുറേ വേർഡ്സ് നമുക്ക് അറിയണം, അപ്പോഴേ നമുക്ക് ഇങ്ങനെയുള്ള വർക്ക്സ് ഒക്കെ ചെയ്യാൻ പറ്റുള്ളൂ. നെക്സ്റ്റ് Activity 2 My color, my pride. എൻ്റെ നിറം, എൻ്റെ അഭിമാനം. The rainbow people are excited to talk about their new colors. What will they say about their colors? നമ്മൾ റെയിൻബോ പീപ്പിൾ അവരുടെ നിറത്തെക്കുറിച്ച് പറയാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടാണുള്ളത്. അപ്പോൾ എന്തായിരിക്കും അവർ പറയുന്നുണ്ടാവുക? ബ്ലൂ കളർ എന്താ പറയുന്നത്? ഐ ആം ബ്ലൂ, ഐ ആം ദ കളർ ഓഫ് ദ സ്കൈ. ദ വേൾഡ്സ് ലാർജസ്റ്റ് ആനിമൽ ഹാസ് മൈ കളർ. അതായത് ഞാൻ ബ്ലൂ ആണ്. ഓരോരുത്തരും അവരുടെ മീനി പറയാം. അവരെക്കുറിച്ച് ഭയങ്കര ബൂസ്റ്റ് ചെയ്തിട്ടാണ് പറയേണ്ടത് അല്ലേ? അപ്പം എന്താ പറയുന്നത്? നമ്മളാണ് നല്ലതെന്ന് പറയണം. അപ്പോൾ ബ്ലൂ എന്ത് പറയും? ഞാൻ ബ്ലൂ ആണ്, ആകാശത്തിൻ്റെ നിറം ബ്ലൂ ആണ്. പിന്നെ വേൾഡ് ലാർജസ്റ്റ് ആനിമൽ, അതായത് ബ്ലൂ വെയിലിൻ്റെ നിറം എന്താണ്? ബ്ലൂ ആണ്. അപ്പോൾ നമ്മുടെ യെല്ലോ വിട്ടു കൊടുക്കോ? ഇല്ല. യെല്ലോ എന്ത് പറയും? ഐ ആം യെല്ലോ, ഐ ഷൈൻ ലൈക്ക് ദ സൺ. ഞാൻ സൂര്യനെ പോലെ പ്രകാശിക്കും. ഐ ആം ദ കളർ ഓഫ് ദ സൺഫ്ലവർ. ഞാൻ സൺഫ്ലവറിൻ്റെ നിറമാണ്. ഇങ്ങനെയാണെങ്കിൽ നമ്മുടെ റെഡും ഗ്രീനും എന്തായിരിക്കാം പറഞ്ഞിട്ടുണ്ടാവുക? ലെറ്റ് us read. എന്താ റെഡ് പറഞ്ഞേ? ഐ ആം ബോൾഡ് ആൻഡ് ബ്രൈറ്റ്. ഞാൻ ഭയങ്കര ബോൾഡും ബ്രൈറ്റും ആണ് അല്ലേ? തിളങ്ങുന്ന കളർ. അതുകൊണ്ടാണ് ഡേഞ്ചറിനൊക്കെ നമ്മൾ റെഡ് കൊടുക്കുന്നത്, ദൂരത്തുനിന്ന് തന്നെ കാണാൻ. ആൻഡ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കളർ ഓൺ ദ ട്രാഫിക് സിഗ്നൽ. യെസ്, അതാണ് പറഞ്ഞത്. നമ്മുടെ ട്രാഫിക് സിഗ്നലിലെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കളറാണ്. വെൻ ഐ ഷൈൻ ഓൾ വെഹിക്കിൾസ് മസ്റ്റ് സ്റ്റോപ്പ്. ഞാൻ ഷൈൻ ചെയ്താൽ ഓൾ വെഹിക്കിൾസ് മസ്റ്റ് സ്റ്റോപ്പ്. എല്ലാ വെഹിക്കിൾസും നിർത്തിക്കൊള്ളണം. ഐ ഹെൽപ്പ് കീപ് റോഡ് സേഫ്. റോഡ്സ് സേഫായി നിർത്താൻ ഞാനാണ് സഹായിക്കുന്നത്. ഐ ആം ഓൾസോ ദ കളർ ഓഫ് റൈപ്പ് ആപ്പിൾസ്. നല്ല പഴുത്ത ആപ്പിളിൻ്റെ നിറം എനിക്കാണ്. ജ്യൂസി സ്ട്രോബെറീസ് ആൻഡ് ബ്ലൂമിങ് റോസസ്. നല്ല പിന്നെ വിരിഞ്ഞ റോസാപ്പൂവിനും സ്ട്രോബെറിക്കും ഒക്കെ എൻ്റെ നിറമാണ്. ഐ സ്റ്റാൻഡ് ഫോർ വാർണിംഗ്, അലേർട്ട്നെസ് ആൻഡ് എനർജി. ഞാൻ എനർജിയുടെയും അതുപോലെ വാർണിങ്ങിൻ്റെയും അലേർട്ടായിട്ട് നിൽക്കാൻ, നമ്മൾ ജാഗരൂകരായി നിൽക്കാൻ ഇതിനൊക്കെ കൊടുക്കുന്ന നിറമാണ് റെഡ്. ഐ ആം റെഡ്. ഞാൻ റെഡാണ്. അപ്പോൾ ഗ്രീൻ വിട്ട് കൊടുക്കുമോ? ഇല്ല. ഗ്രീൻ എന്താ പറഞ്ഞേ? ഐ ആം ദ കളർ ഓഫ് നേച്ചർ. പ്രകൃതിയുടെ നിറം ഞാനാണ്. എർത്ത് ബ്യൂട്ടിഫുൾ. ഞാൻ ഭൂമിയെ ബ്യൂട്ടിഫുൾ ആക്കും. എങ്ങനെ? വിത്ത് ഗ്രീൻ മെഡോസ്, പച്ചപ്പുല്ലുകളും പ്ലാന്റ്സ് ആൻഡ് ടോൾ ട്രീസ് ഒക്കെ വെച്ചിട്ട് ഞാൻ ഭംഗിയാക്കുന്നുണ്ട്. ഓൺ ദ ട്രാഫിക് സിഗ്നൽ വെൻ ഐ ഷൈൻ ഐ ഗേവ് ദ സിഗ്നൽ ഫോർ ഓൾ വെഹിക്കിൾസ് ടു ഗോ. ഞാൻ ട്രാഫിക് സിഗ്നലിൽ ഷൈൻ ചെയ്താൽ എന്താണ്? എല്ലാ വണ്ടികൾക്കും മൂവ് ചെയ്യാൻ പറ്റും. ഐ ബ്രിങ് ഫ്രഷ്നെസ്, ലൈഫ് ആൻഡ് മൂവ്മെൻറ്റ്. ഞാൻ ഫ്രഷ്നെസ്സും അതായത് നല്ല ഉന്മേഷവും ഒക്കെയാണ് കൊണ്ടുവരുന്നത്. പിന്നെയോ വെറെവർ ഐ അപ്പിയർ അല്ലേ? ഞാൻ എവിടെ ഒക്കെ വന്നാലും അവിടെയൊക്കെ ഫ്രഷ്നെസ്സും ലൈഫും ഒക്കെ ജീവനും ഒക്കെ ഉണ്ടാവും. ഐ ആം ഗ്രീൻ. ഞാൻ പച്ചയാണ്. യെസ്, ഓക്കെ. നെക്സ്റ്റ് ഫീലിംഗ് ഇൻ വേർഡ്സ്. വാക്കുകളിലൂടെ നമുക്ക് ഫീലിങ്സ് ഉണ്ടാവുന്നത്. വാവ്, വാട്ട് എ ബ്യൂട്ടിഫുൾ സൈറ്റ്. ദ വേർഡ് വാവ് ഷോ സർപ്രൈസ്. അപ്പോൾ ഇവിടെ നമ്മൾ ഓരോരുത്തരുടെ ഫീലിങ്സ്, നമുക്ക് ആ സമയത്ത് എന്ത് തോന്നുന്നു അതിനാണ് ഫീലിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ വാവ് എന്നുള്ള വാക്ക് നമുക്ക് എന്താണെന്ന് ഇവിടെ ഒരു അത്ഭുതം അല്ലേ? അപ്പോൾ സർപ്രൈസ് ആണ്. അപ്പോൾ ഹിയർ ആർ സം വേർഡ്സ് ദാറ്റ് ഷോ ഡിഫറെൻറ്റ് ഇമോഷൻസ്. മറ്റ് ഇമോഷൻസ് കാണിക്കുന്ന കുറച്ച് വേർഡ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് യൂസിങ് ദ വേർഡ്സ് ഗിവൺ ബിലോ ദാറ്റ് മാച്ചസ് ദ സിറ്റുവേഷൻ. ഈ സിറ്റുവേഷനിൽ മാച്ച് ചെയ്യുന്ന രീതിയിൽ ഇതിനെ നിങ്ങൾ
ഫിൽ ചെയ്യണം. വാവ്, ഓക്കെ, അതെന്താണ്? അത്ഭുതത്തിൻ്റെ വേർഡാണ്. അലാസ്, ഹോ, അതൊരു പ്രശ്നമായി. അയ്യോ എൻ്റെ ദൈവമേ, നമ്മൾ പറയല്ലേ ഔച്ച്, അയ്യോ എന്നുള്ളത്. കൺഗ്രാജുലേഷൻസ് നമ്മളെപ്പോഴാണ് പറയുക? ഒരാൾ ജയിച്ചു കഴിഞ്ഞാലൊക്കെ. ഹുഴേ നമ്മൾ സ്വയം ജയിച്ചാൽ അല്ല നമ്മൾ ഹുഴേ പറയും. കൺഗ്രാജുലേഷൻസ് നമ്മൾ മറ്റുള്ളവരോട് പറയും. അപ്പോൾ നമുക്ക് വായിച്ചു നോക്കാം ക്വസ്റ്റ്യൻ. വി ഹാവ് പ്ലേഡ് വെരി വെൽ, അലാസ് വി ലോസ്റ്റ് ദ ഗെയിം. നമ്മൾ നന്നായി കളിച്ചു. അലാസ് എന്ന് പറഞ്ഞാൽ അയ്യോ, ഗെയിം നമുക്ക് കിട്ടിയില്ല, നമ്മൾ തോറ്റുപോയി. ഹുറേ, അവർ ടീം ഹാസ് വൺ ദ വേൾഡ് കപ്പ് ദിസ് ടൈം. അപ്പം നമ്മൾ സ്വയം ജയിച്ച ഹുറേ ആണ് പറയുക. ഹുറേ എന്ന് പറഞ്ഞാൽ അസലായി. വാവ്, വാട്ട് എ ഫാന്റാസ്റ്റിക് ക്യാച്ച് അല്ലേ? നമ്മൾ ഭയങ്കര അത്ഭുതമുള്ളതിന് നമ്മൾ വാവ് പറയും. പിന്നെ വേദനിക്കുമ്പോൾ നമ്മൾ എന്താ പറയുക? ഔച്ച്, യു ഹിറ്റ് മൈ ഹാൻഡ്, ഐ ഫീൽ പെയിൻ ഇൻ മൈ ഹാൻഡ്. ഓക്കെ, നൗ വേറൊരാളോട് നമ്മൾ എന്ത് പറയും? കൺഗ്രാജുലേഷൻസ് ബോബി, യു ഹാവ് വൺ ദ ഫസ്റ്റ് പ്രൈസ്. ഓക്കെ, സോ ആ ഓരോരോ വേർഡും നമ്മൾ എവിടെയാണ് യൂസ് ചെയ്യുന്നതെന്ന് കൃത്യമായി പഠിച്ചു വെക്കണം. ഒന്നുകൂടെ പറയാം. അതായത് അലാസ് എന്നുള്ളത്, വാവ് എന്നുള്ളത് സർപ്രൈസ്, അലാസ് നമ്മൾ നഷ്ടപ്പെട്ടു പോയാൽ നമ്മൾ പറയുന്നത്, ഔച്ച് വേദനിക്കുമ്പോൾ, കൺഗ്രാജുലേഷൻസ് മറ്റൊരാളോട്, ഹുറേ നമ്മൾ സ്വയം ജയിച്ചാൽ. ഓക്കെ, അപ്പോൾ അത് പഠിച്ചു വെക്കണം. നെക്സ്റ്റ് ആക്ടിവിറ്റി 4. We have seen the picture of colorful ribbons falling from the sky. ആകാശത്തു നിന്ന് കളർഫുൾ റിബൺസ് വരുന്ന ചിത്രം നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. Here is another picture. Look at the picture and describe what you see. ഇവിടെ വേറൊരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. ഈ പിക്ചർ നോക്കിയിട്ട് നിങ്ങൾ എഴുതണം എന്തൊക്കെയാണ് നിങ്ങൾ ഇതിൽ കാണുന്നത്. സോ നമുക്ക് എങ്ങനെ എഴുതാം? ഫസ്റ്റ് തന്നെ ദിസ് ഈസ് എ ബ്യൂട്ടിഫുൾ പിക്ചർ. ആദ്യം ഒരു വേർഡ് വെബ് ഉണ്ടാക്കുക. ഇവിടെ തന്നിരിക്കുന്നത് പോലെ ഒരു വേർഡ് വെബ് ഉണ്ടാക്കുക. എന്നിട്ട് അത് ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യണം? സെൻറ്റൻസ് ഉണ്ടാക്കണം. വേർഡ് വെബിൽ ഇതിലെ മാക്സിമം കാര്യങ്ങൾ ഉൾപ്പെടുത്തണം. അതിനുശേഷമാണ് നമ്മൾ സെൻറ്റൻസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പം സെൻറ്റൻസസ് നമുക്ക് ഒന്ന് ഇവിടെ വായിക്കാം. ദിസ് ഈസ് എ ബ്യൂട്ടിഫുൾ പിക്ചർ. ഇതൊരു ഭംഗിയുള്ള ചിത്രമാണ്. ദ ചിൽഡ്രൻ ഇൻ ദ പിക്ചർ ലുക്ക് വെരി ഹാപ്പി അല്ലെ, അവരുടെ ഫീലിങ്സ്. അപ്പോൾ ചിൽഡ്രൻ ഹാപ്പി നമ്മൾ എഴുതിയപ്പോൾ നമുക്ക് ചിൽഡ്രൻ are very happy എന്ന് സെൻറ്റൻസ് എഴുതാൻ പറ്റി. Many exciting things are falling from the sky. Wrapped gift boxes, sweet toffees, long golden chains, ice creams, colorful ribbons and cream cakes. അപ്പോൾ ആകാശത്ത് നിന്ന് വരുന്ന സാധനങ്ങളുടെയൊക്കെ പേര് എഴുതണം. അപ്പം കവർ ചെയ്തിട്ടുള്ള ഗിഫ്റ്റ് ബോക്സ് നമ്മൾ എന്ത് പറയും? റാപ്പ്. കവർ ചെയ്യുന്ന നമ്മൾ ബിസ്ക്കറ്റിൻ്റെയും ഇതിനൊക്കെ പുറത്തുള്ളതിന് നമ്മൾ റാപ്പർ എന്നാണ് പറയുക. അപ്പോൾ റാപ്പിഡ് എന്ന് പറഞ്ഞാൽ കവർ ചെയ്തിട്ടുണ്ട്. എ ബോയ് ഈസ് സിറ്റിംഗ് ഓൺ എ റോക്ക്. എങ്ങനെയാണ് ബോയ് ഇരിക്കുന്നത്? ഹോൾഡിങ് ആൻ ഐസ്ക്രീം ഇൻ വൺ ഹാൻഡ് ആൻഡ് ട്രൈങ് ടു ക്യാച്ച് ആൻ ഓറഞ്ച് വിത്ത് ദ അതർ. അപ്പോൾ ഒരു ഐസ്ക്രീം പിടിച്ച് മറ്റേ ഒന്ന് പിടിക്കാൻ നോക്കുകയാണ്. Another boy is happily holding a cone of ice cream. Okay. A girl is excited to receive a long golden chain. Two girls are busy picking up toffees from the ground. A boy is running to grab a falling orange. Another boy is standing with a big smile, holding a gift box. There is also a monkey sitting on a tree branch. He is enjoying an orange. On the ground we can see sweets, golden chains, oranges, ribbons and delicious cake. So this is a small description. ഇതിനേക്കാൾ നിങ്ങൾക്ക് കൂട്ടി എഴുതാവുന്നതാണ്. Okay. Next, activity 5. Colorful ribbons began to fall from the sky. Colorful ribbons താഴോട്ടേക്ക് വീഴാൻ തുടങ്ങി. Here the word colorful describes the ribbon. റിബണിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ നിറമുള്ള റിബണുകൾ എന്ന് പറയുമ്പോൾ നിറമുള്ള എന്നുള്ളത് നമ്മുടെ റിബണിനെ വിശേഷിപ്പിക്കാൻ വേണ്ടി ഉപയോഗിച്ചതാണ്. നാട എന്ന് പറയുന്ന റിബൺ. ഓക്കെ, അപ്പോൾ സം ഡിസ്ക്രൈബിംഗ് വേർഡ്സ് ആർ ഗിവൺ ബിലോ. ഇവിടെ വിശേഷണ പദങ്ങൾ എന്നാണ് നമ്മൾ പറയുന്നത്. ഇങ്ങനെയുള്ള കുറച്ച് വിശേഷണ പദങ്ങൾ താഴെ തന്നിട്ടുണ്ട്. കംപ്ലീറ്റ് ദ സെൻറ്റൻസസ് ബൈ ചൂസിങ് ദ മോസ്റ്റ് സ്യൂട്ടബിൾ വേർഡ് ഫ്രം ദ ലിസ്റ്റ്. അപ്പോൾ ഇതിൽ നിന്നും മോസ്റ്റ് സ്യൂട്ടബിൾ ആയിട്ടുള്ള വേർഡ്സ് നിങ്ങൾ എന്ത് ചെയ്യണം? ചൂസ് ചെയ്തിട്ട് ഇവിടെ എഴുതണം. അപ്പോൾ നമുക്കൊന്ന് വായിച്ചു നോക്കാം. തന്നിരിക്കുന്ന വേർഡ്സ് ബ്രൈറ്റ് തിളങ്ങുന്നത്, സാൻഡി മണൽ പരന്ന, ബിഗ് വലുത്, ഷൈനി തിളങ്ങുന്ന, വാമ ചൂടുള്ള. One day, Neha and her brother Rohan went to a sandy beach. Beach എങ്ങനെയുള്ളതാ? സാൻഡി ആണ് അല്ലേ? The sky was warm. ആകാശം ചൂടുള്ളതായിരുന്നു. And the water sparkled under the bright sun. സൺ എങ്ങനെയാണ്? തിളങ്ങുന്നതാണ്. അപ്പോൾ ബ്രൈറ്റ് സൺ. They made a big sand castle. അവർ
വലിയ സാൻഡ് കാസിൽ ഉണ്ടാക്കി. ആൻഡ് കളക്റ്റഡ് ഷൈനി ഷെൽസ് തിളങ്ങുന്ന ഷെൽസുകൾ അറിയാമല്ലോ, നമ്മൾ കക്കകൾ ഉണ്ടാവില്ലേ, അത് വാരി. ഫ്രം ദ ഷോർ. നേഹ സെഡ് ദിസ് ഈസ് ദ മോസ്റ്റ് അമേസിംഗ് ഡേ എവർ. സോ ഇങ്ങനെയുള്ള വേർഡ്സിനെയാണ് നമ്മൾ ഡിസ്ക്രൈബിംഗ് വേർഡ്സ് എന്ന് പറയുന്നത്. നെയിമിംഗ് വേർഡ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട് 2ാം ക്ലാസ്സിലൊക്കെ, അതേപോലെയുള്ള ഡിസ്ക്രൈബിംഗ് വേർഡ്സ്. അപ്പോൾ ഇങ്ങനെയുള്ള ഡിസ്ക്രൈബിംഗ് വേർഡ്സ് വെച്ചിട്ട് നമ്മൾ ഡിസ്ക്രിപ്ഷൻ എഴുതുമ്പോൾ നമുക്ക് കൂടുതൽ മാർക്കും നല്ല ഭംഗിയിൽ വായിക്കാനും ആസ്വദിക്കാനും നല്ല സുഖമായിരിക്കും. ഫൈൻഡ് ഔട്ട് മോർ ഡിസ്ക്രൈബിംഗ് വേർഡ്സ് ഫ്രം ദി ടെക്സ്റ്റ് ബുക്ക് ആൻഡ് റൈറ്റ് ദം ബിലോ. നിങ്ങളെ പാഠത്തിലുള്ള കുറച്ച് ഡിസ്ക്രൈബിംഗ് വേർഡ്സ് കണ്ടെത്തിയിട്ട് എഴുതാനാണ് പറഞ്ഞത്. നമുക്ക് എന്ത് വായിക്കാം? സാൻഡി ലാൻഡ് അല്ലേ, മണൽ പരന്ന സ്ഥലം. വാം ആൻഡ് പീസ്ഫുൾ വില്ലേജ്. വില്ലേജിനെ വിശേഷിപ്പിച്ചത് എങ്ങനെയാ? വാം ആൻഡ് പീസ്ഫുൾ. സിമ്പിൾ കൈൻഡ് ഹാർട്ടഡ് വില്ലേജസ് എന്ന് വെറുതെ പറഞ്ഞതല്ല, അവരെ പ്രത്യേകത എന്താ? സിമ്പിൾ കൈൻഡ് ഹാർട്ടഡ് ഡിസ്ക്രൈബ് ചെയ്തത് ആ രീതിയിലാണ്. കാം ആൻഡ് ക്വയറ്റ് ലൈഫ് ഭയങ്കര ട്രബിൾ ലൈഫ്, പ്രോബ്ലം ലൈഫ് അല്ല. എങ്ങനത്തെ ലൈഫാ? കാം ആൻഡ് ക്വയറ്റ്. സോഫ്റ്റ് സാൻഡ്സ് എങ്ങനെയുള്ളത്? ഹാർഡാണോ? നോ, സോഫ്റ്റ്. ടോൾ ട്രീസ് എങ്ങനെയുണ്ട്? ടോളാണ്. സ്കൈയോ? ക്ലിയർ സ്കൈ. അപ്പോൾ ക്ലിയർ ആണ് ഇവിടെ ഡിസ്ക്രൈബിംഗ് വേർഡ്. സ്കൈയെ ഡിസ്ക്രൈബ് ചെയ്യുന്നത് ക്ലിയർ എന്നുള്ള വേർഡ് വെച്ചിട്ട്. ബ്യൂട്ടിഫുൾ സൈറ്റ്, വെറും സൈറ്റ് അല്ല, എങ്ങനെയുള്ള സൈറ്റാ? ബ്യൂട്ടിഫുൾ. ഡിസ്ക്രൈബ്ഡ് വിത്ത് വേർഡ് ബ്യൂട്ടിഫുൾ. കളർഫുൾ റിബൺ. ഹൗ ഈസ് ദ റിബൺ? ഡിസ്ക്രൈബ്ഡ് ആസ് കളർഫുൾ. മാജിക്കൽ വിൻഡ്. ഹൗ ഈസ് ദ വിൻഡ്? യെസ്, മാജിക്കൽ. സോ വിൻഡ് ഈസ് ഡിസ്ക്രൈബ്ഡ് ആസ് മാജിക്കൽ. സെയിം വേ മാജിക്കൽ ടോപ്സ് എന്ന് പറയുമ്പോൾ അവിടെയും മാജിക്കൽ എന്നുള്ള വേർഡാണ് ഡിസ്ക്രൈബിംഗ് ആയിട്ട് ഉപയോഗിക്കുന്നത്. ഇനി here is a poem about ants. Read and enjoy. Ants. Such a little thing we call the ant. It seems he has no word for can't. They will climb up over, around and through. It seems there is nothing ants can't do. They never quit, they never stay, they always find another way to get to where they need to go. I wonder how they seem to know. This bug so small, this tiny speck, can teach us all how to earn respect. Gary Bryson's poem. ഒരു ചെറിയ പോം അവിടെ തന്നിട്ടുണ്ട്. ഗ്ലോസറി ഓഫ് ദ പോം, അതിൻ്റെ അർത്ഥം ഇവിടെ തന്നിട്ടുണ്ട്. ബഗ് എന്ന് പറഞ്ഞാൽ സ്മോൾ ഇൻസെക്റ്റ് ആണ്. ക്വിറ്റ് എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് പോവുക. സ്പെക്ക് എന്ന് പറഞ്ഞാൽ സംതിങ് വെരി സ്മോൾ. വണ്ടർ, എ ഫീലിംഗ് ഓഫ് അമേസ്മെൻറ്റ് അല്ലേ, അത്ഭുതം ഉള്ള ഒരു ഫീലിങ്ങിനെയാണ് നമ്മൾ എന്താ പറയുന്നത്? വണ്ടർ. സോ ലെറ്റ് us എക്സ്പ്ലോർ സം ക്വസ്റ്റ്യൻസ് ആർ ഗിവൺ ഹിയർ. ദ പോയറ്റ് സേസ് ദാറ്റ് ആൻഡ്സ് ഡോണ്ട് നോ ദ വേർഡ് കാണ്ട്. വൈ? എന്തുകൊണ്ടാണ് കാണ്ട് എന്നുള്ള വേർഡ് അവർക്ക് അറിയില്ല, കഴിയില്ല എന്നുള്ള വാക്ക് അവർക്ക് അറിയില്ല എന്ന് പറയാൻ കാരണം? ബിക്കോസ് ആൻഡ്സ് നെവർ ഗിവ് അപ്പ് ആൻഡ് ഓൾവേസ് ഫൈൻഡ് എ വേ. ഒരിക്കലും ഉറുമ്പുകൾ അത് കഴിയില്ല എന്ന് പറഞ്ഞ് ഉപേക്ഷിക്കാറില്ല, അതിന് പകരം അവർ വേറെ എന്തെങ്കിലും ഒരു വഴി കണ്ടെത്തിയിട്ട് അവരത് ചെയ്യാറുണ്ട് അല്ലേ. ഇൻ വാട്ട് വേസ് ഡു ആൻഡ്സ് ഷോ ദ സ്ട്രെങ്ത് ഈവൻ ദോ ദേ ആർ സ്മോൾ സ്പെക്ക്? അവർ ചെറുതാണെങ്കിലും അവരെങ്ങനെയാണ് അവരുടെ ശക്തി കാണിക്കുന്നത്? ദ കീപ് മൂവിങ്, ക്ലൈംബിങ് ആൻഡ് വർക്കിംഗ് ഹാർഡ്. അവർ പരമാവധി യാത്ര ചെയ്തും എവിടെയെല്ലാം കയറിയും അവരുടെ ജോലി കൃത്യമായി അവർ ചെയ്യാറുണ്ട്. വാട്ട് ലെസൺസ് ക്യാൻ യു ലേൺ ഫ്രം ദ ലൈഫ് ഓഫ് ആൻഡ്സ്? നമുക്ക് ഉറുമ്പിൻ്റെ ജീവിതത്തിൽ നിന്ന് എന്ത് പാഠമാണ് പഠിക്കാനുള്ളത്? വി ക്യാൻ ലേൺ ടു വർക്ക് ഹാർഡ്, കീപ് ട്രൈയിങ് ആൻഡ് ഏൺ റെസ്പെക്റ്റ്. നമ്മൾ നല്ല കഠിനാധ്വാനികളും ഒരുപാട് പരിശ്രമിക്കുന്നവരും ആയിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും? നമ്മൾ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് റെസ്പെക്റ്റ് കിട്ടാൻ, അതായത് ബഹുമാനമൊക്കെ കിട്ടാൻ സാധ്യതയുണ്ട്. ഇസ് ഇറ്റ്? Okay. Now, in the poem Ants, the words ant and can't are rhyming words. Rhyming words നമ്മൾ ഒരുപാട് പ്രാവശ്യം ചെയ്തതാണ്. Find out other rhyming words from the poem. പോമത്തിലുള്ള other rhyming words. And, can't, through, do, stay, way, go, no. Okay. Now, read the riddle given below. ഇവിടെ തന്നിരിക്കുന്ന റിഡിൽ വായിച്ചു നോക്കുക. I twinkle in the night sky, bright and far, high in the sky and make patterns at night. Who am I? ആരാണത്? രാത്രിയിൽ ആകാശത്തെ പാറ്റേൺസ് ഒക്കെ ഉണ്ടാക്കുന്ന, ഷൈൻ ചെയ്യുന്നത് ആരാ? സ്റ്റാർ അല്ലേ. നമുക്ക് മൂണെന്ന് പറയാൻ പറ്റില്ല, മൂൺ പാറ്റേൺ ഉണ്ടാക്കില്ല. അപ്പോൾ അതാണ് ശരിക്കും ഇവിടുത്തെ ഒരു ഹിൻറ്റ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമുക്കത് മൂണെന്ന് പറയായിരുന്നു. പക്ഷെ പാറ്റേൺസ് അറ്റ് നൈറ്റ് എന്ന് പറയുമ്പോൾ പാറ്റേൺസ് ഉണ്ടാക്കണമെങ്കിൽ സ്റ്റാർസ് വേണം.
അപ്പോൾ അതായിരിക്കും സ്റ്റാർ ആയിരിക്കും ആൻസർ. നൗ മേക്ക് റിഡിൽസ് അബൌട്ട് ആൻഡ് ബട്ടർഫ്ലൈ ആൻഡ് ഹണി ബി. അപ്പോൾ നമുക്ക് റിഡിൽസ് ഉണ്ടാക്കാം. ഉറുമ്പിനെ കുറിച്ച് എന്ത് പറയാം? ഐ ആം ടൈനി ബട്ട് സ്ട്രോങ്. ഐ വർക്ക് ഓൾ ഡേ ലോങ്. ഐ ആം ഹാപ്പി ടു മാർച്ച് വിത്ത് ഫ്രണ്ട്സ്. ക്യാരിയിങ് ഫുഡ് ഓൾ അലോങ്. ഹു ആം ഐ? യെസ്, ആൻഡ് അല്ലേ? ഞാൻ സ്ട്രോങ് ആണ്, ഒരു ഡേ മൊത്തം വർക്ക് ചെയ്യും, പിന്നെ മാർച്ച് വിത്ത് ഫ്രണ്ട്സ്, ഫുഡൊക്കെ ക്യാരി ചെയ്യും. സോ ദാറ്റ് ഈസ് ആൻഡ്. നൗ ബട്ടർഫ്ലൈന് എന്ത് പറയാം? ഫ്രം ഫ്ലവർ ടു ഫ്ലവർ ഐ ഫ്ലൈ വിത്ത് ഹണി സോ സ്വീറ്റ് ആൻഡ് തിക്ക്. വർക്കിംഗ് ഫ്രം മോർണിംഗ് ടു നൈറ്റ് വിത്ത് എ കളർഫുൾ ഡ്രസ്. ഹു ആം ഐ? അപ്പം നമുക്ക് ഇത് തന്നെ നമുക്ക് എവിടെയും പറയാം, ഹണി ബീയുടെയും പറയാം. പക്ഷെ ഇവിടെ ഒരു ഹിൻഡ് കൊടുത്തിരിക്കുന്നു. വിത്ത് എ കളർഫുൾ ഡ്രസ്സ് എന്ന് പറയുമ്പോൾ ബട്ടർഫ്ലൈ ആയിരിക്കും അല്ലേ? കളർഫുൾ ഡ്രസ്സ്. ഓക്കെ, നെക്സ്റ്റ് ഹണി ബീൻ്റെ വരുമ്പോൾ നമുക്ക് എന്ത് അതേപോലെ പറയാം, ചെറിയ മാറ്റം വരുത്തിയാൽ മതി. ഫ്രം ഫ്ലവർ ടു ഫ്ലവർ ഐ ബസ്. ഓക്കെ, ബസ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് കിട്ടി. വിത്ത് ഹണി സോ സ്വീറ്റ് ആൻഡ് തിക്ക്. വർക്കിംഗ് ഫ്രം മോർണിംഗ് ടു നൈറ്റ് വിത്ത് എ ബ്ലാക്ക് ആൻഡ് ഗോൾഡൻ കോട്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് അത് ആരെന്നിട്ടി മാമ എന്ന് പറയുമ്പോൾ ഹണി ബി. ഓക്കെ, നെക്സ്റ്റ് നമുക്കൊരു റെയിൻബോനെ കുറിച്ചും കൂടെ ഒന്ന് ഉണ്ടാക്കാം. ഐ അപ്പിയർ ഇൻ ദ സ്കൈ കർവ്ഡ് ആൻഡ് ഹൈ. എ മാജിക് ബ്രിഡ്ജ് വിത്ത് കളേഴ്സ് 7. You can see me after rain. Who am I? Yes, it's a rainbow. ഓക്കെ, റെയിൻബോനെ കുറിച്ച് ഇതുപോലെ നിങ്ങൾക്ക് എന്തിനെക്കുറിച്ച് തന്നാലും അതിനെക്കുറിച്ച് എന്ത് ചെയ്യാൻ പറ്റണം? ഒരു റിഡിൽ ഉണ്ടാക്കാൻ വേണ്ടി പറ്റണം. ആക്ടിവിറ്റി 3. Look around your house and find where ants live. Observe them. Draw a picture of ants working together. Write a few sentences about what they are doing and how they help each other. ഉറുമ്പുകൾ എങ്ങനെയാണ്, ഉറുമ്പിനെ ഒന്ന് ഒബ്സർവ് ചെയ്യുക, അവരെങ്ങനെയാണ് എന്താണ് ചെയ്യുന്നതെന്നൊക്കെ നോക്കുക. എന്നിട്ട് അതിനെക്കുറിച്ച് ജസ്റ്റ് ഒന്ന് എഴുതുക. അപ്പോൾ ഞാനിവിടെ കണ്ട ഉറുമ്പുകൾ ഞാനിവിടെ വരച്ചിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് ഞാനിവിടെ എഴുതിയിരിക്കുന്നത് ഒന്ന് ജസ്റ്റ് വായിക്കാം. ഐ സോ എ ഗ്രൂപ്പ് ഓഫ് ആൻഡ്സ് ക്യാരിയിങ് ഫുഡ് ടു ദെയർ നെസ്റ്റ്. അതിൻ്റെ കൂട്ടിലേക്ക് അത് ഫുഡ് കൊണ്ടുവന്നതാണ് ഞാൻ കണ്ടത്. സം ആൻഡ്സ് വർ ലീഡിങ് ദ വേ വൈൽ അതേഴ്സ് ഫോളോഡ്. ചിലർ മുന്നേ നടന്നു, ബാക്കിയുള്ളവർ പിന്നാലെ നടന്നു. ഓൾ വർക്കിംഗ് ടുഗെദർ. പക്ഷെ എല്ലാവരും ഒരുമിച്ച് ജോലി ചെയ്യുന്നുണ്ട്. ദേ ഹെൽപ്ഡ് ഈച്ച് അതർ ബൈ ലിഫ്റ്റിംഗ് സ്മോൾ ക്രംസ് ആൻഡ് മൂവിങ് ഇൻ എ ലൈൻ. അവരൊരു ലൈനായിട്ടാണ് പോകുന്നത്, എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ആൻഡ്സ് ആർ വെരി ഓർഗനൈസ്ഡ് ആൻഡ് വർക്ക് ആസ് എ ടീം ടു ഗെറ്റ് തിങ്സ് ഡൺ. അപ്പോൾ ഉറുമ്പുകൾ എന്താണ്? വെരി ഓർഗനൈസ്ഡ് ആണ്. അവർ നല്ല അടുക്കും ചുറ്റോടും കൂടിയാണ് എല്ലാം ചെയ്യാറ്. പക്ഷേ ടീം മൊത്തം വർക്ക് ചെയ്യും, അവരുടെ കാര്യങ്ങൾ പെട്ടെന്ന് തന്നെ തീർക്കുകയും ചെയ്യുന്നു. ഓക്കെ, നെക്സ്റ്റ്. ഹാവ് യു എവർ ട്രൈ ടു ഫ്ലൈ എ കൈറ്റ്? നിങ്ങൾ എപ്പോഴെങ്കിലും പട്ടം പറത്താൻ ശ്രമിച്ചിട്ടുണ്ടോ? വാട്ട് റിയലി മേക്സ് എ കൈറ്റ് ഫ്ലൈ? എന്താണ് ശരിക്കും പട്ടത്തെ പറപ്പിക്കുന്നത്? ഈസ് ഇറ്റ് ദ വിൻഡ്? കാറ്റാണോ? ഓർ ദ വിങ്സ് ഓർ ദ സ്ട്രിങ് ഓർ ദ പേഴ്സൺ ദാറ്റ് ഹൂ ഫ്ലൈസ് ഇറ്റ്? അല്ല അതിൻ്റെ കയറാണോ, അല്ല പറപ്പിക്കുന്ന ആളാണോ? ആരാ ശരിക്കും പട്ടത്തെ പറപ്പിക്കുന്നത്? റീഡ് ദ സ്റ്റോറി ആൻഡ് ഫൈൻഡ് ഔട്ട്. ഈ കഥ വായിച്ചിട്ട് നമുക്ക് കണ്ടെത്താം. ഹൂ ഫ്ലൈസ് ദ കൈറ്റ്? ആരാണ് പട്ടം പറപ്പിക്കുന്നത്? ഹിയർ ഓൺ എ പ്ലെസന്റ് ഡേ ദ മേയർ ഓഫ് ദ ടൗൺ സ്ട്രോൾഡ് ത്രൂ ദ പാർക്ക്. ഒരു നല്ല ദിവസം നമ്മുടെ മേയർ എന്ത് ചെയ്യുന്നു? പാർക്കിലൂടെ ഇങ്ങനെ നടക്കുമായിരുന്നു. ഹിസ് ഐസ് വൈഡൻഡ് ആസ് ഹി സോ എ ബോയ് ഫ്ലൈയിങ് എ ബിഗ് കളർഫുൾ കൈറ്റ്. ഈ വേർഡ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതായത് ഒരു കുട്ടി പട്ടം പറത്തുന്ന കണ്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ വിടർന്നു. ദ കൈറ്റ് സോഡ് ഹൈ ഡാൻസിങ് ഇൻ ദ ബ്രീസ്. ആ പട്ടം ഇങ്ങനെ ആകാശത്തോട് പറന്നങ്ങ് പോയി അല്ലേ? എന്നിട്ട് ആകാശത്ത് ബ്രീസിലൂടെയൊക്കെ ഡാൻസ് ചെയ്യാൻ വേണ്ടി തുടങ്ങി. വാവ്, ഹൂ മേഡ് ദ കൈറ്റ് ഫ്ലൈ സോ ഹൈ? ദ മേയർ വാസ് ക്യൂരിയസ്. ആരാണ് പട്ടത്തെ ഇത്ര ഉയരത്തിൽ പറത്തിയത്? മേയറിനത് അറിയാൻ ആകാംക്ഷയായി. ദ ബോയ് റിപ്ലൈഡ് വിത്ത് പ്രൈഡ്. ബോയ് എന്ത് പറഞ്ഞു? അഭിമാനത്തോടെ പറഞ്ഞു, ഐ ഡിഡ് മേയർ, ഞാനാണത്. ഐ മേഡ് ദ കൈറ്റ് മൈസെൽഫ്. ഐ പെയിൻറ്റഡ് ഇറ്റ് ആൻഡ് ഐ ഫ്ലൈ ഇറ്റ്. ഞാൻ തന്നെ ഉണ്ടാക്കിയ പട്ടം, ഞാൻ പെയിൻ്റ് അടിച്ചു, ഞാൻ പറത്തുന്നു. ദെൻ ദ വിൻഡ് വിസ്പേർഡ് സോഫ്റ്റ്ലി. അപ്പോഴാണ് നമ്മുടെ കാറ്റ് പറഞ്ഞത്. വിസ്പേർഡ്, മെല്ലെ മന്ത്രിച്ചു. എന്താ? നോ, ഇറ്റ്സ് മീ, ഞാനാണ് അല്ലേ. ഐ ലിഫ്റ്റ് ദ കൈറ്റ് ഹൈ ഇൻ ടു ദ സ്കൈ. ഞാനാണ് പട്ടത്തെ ആകാശത്തേക്ക് പറത്തുന്നത്. വിതൗട്ട് മീ ഇറ്റ് വുഡ് ഫാൾ ടു ദ ഗ്രൗണ്ട്. ഞാനില്ലെങ്കിൽ അതെന്തായാലും താഴോട്ടേക്ക് വീഴും. മെല്ലെ വിസ്പേർഡ്, മെല്ലെ പറഞ്ഞു. അപ്പോൾ ദ കൈറ്റ്സ് ടെയിൽ ഫ്ലട്ടേർഡ് ആൻഡ് സെഡ്. അപ്പം അപ്പോഴാണ് പട്ടത്തിന് ടെയിൽ ഇത് കേട്ടത്. അപ്പം അതെന്ത് ചെയ്തു?
അത് പറഞ്ഞു ഫ്ലട്ടേഡ്. അതാ പെട്ടെന്ന് അനങ്ങിക്കൊണ്ട് വന്ന് പറഞ്ഞു, വെയിറ്റ്, ഐ കീപ് ദ കൈറ്റ് സ്റ്റഡി. ഞാനാണ് പട്ടത്തെ സ്റ്റഡി ആയി നിർത്തുന്നത്. വിതൗട്ട് മീ ഇറ്റ് വുഡ് ക്രാഷ് ആൻഡ് ബ്രേക്ക്. ഞാനില്ലേ പട്ടം അങ്ങ് ക്രാഷ് ചെയ്യും, പൊട്ടും. ദ സ്ട്രിങ് ലുക്ക്ഡ് അറ്റ് എവ്രി വൺ ആൻഡ് സെഡ്. അപ്പോൾ പട്ടത്തിൻ്റെ സ്ട്രിങ് നൂല് പറഞ്ഞു എല്ലാവരെയും നോക്കിയിട്ട്, വിതൗട്ട് മീ ഹൗ വിൽ ദ കൈറ്റ് ഫ്ലൈ. ഞാനില്ലാതെ പിന്നെ എങ്ങനെയാണ് പട്ടം പറക്കുക? ഐ മേക്ക് ഇറ്റ് സോ ഹൈ. ഞാൻ അതിന് ഉയരത്തിലെത്താൻ സഹായിക്കുന്നു. ഐ ഗൈഡ് ഇറ്റ് ആസ് ഇറ്റ് മൂവ്സ് ത്രൂ ദ സ്കൈ. ഞാനാണ് അതിന് വഴിയൊക്കെ കാട്ടിക്കൊടുക്കുന്നത്, നൂല്. ദ മേയർ ലിസൺഡ് കെയർഫുള്ളി ടു എവ്രി വൺ. മേയർ ഇതെന്ത് ചെയ്തു? ശ്രദ്ധയോടെ കേട്ടു. എന്നിട്ട് പറഞ്ഞു, ഹി ആസ്ക്ഡ് തോട്ട്ഫുള്ളി, സോ ഹൂ റിയലി ഫ്ലൈസ് ദ കൈറ്റ്. അദ്ദേഹം ആലോചിച്ചുകൊണ്ട് ചോദിച്ചു, അപ്പം ആരാ ശരിക്കും പട്ടത്തെ പറപ്പിക്കുന്നത്? ദേ ഓൾ പോസ്റ്റ് ടു തിങ്ക്. അവരെല്ലാവരും ഒന്ന് നിർത്തി അങ്ങ് ആലോചിച്ചു. ദ ബോയ് സെഡ് ജെന്റ്ലി. അപ്പോൾ കുട്ടി മെല്ലെ പറഞ്ഞു, എന്താ? വി ഓൾ ഡു ഇറ്റ്. നമ്മളെല്ലാവരും ഒരുമിച്ചാണ് ചെയ്യുന്നത്. ദ കൈറ്റ് ഫ്ലൈസ് ബിക്കോസ് ഓഫ് അവർ എഫേർട്സ്. നമ്മളെല്ലാവരും എടുക്കുന്ന ശ്രമം കൊണ്ടാണ് പട്ടം പറക്കുന്നത്. ഓക്കെ. ദ വിൻഡ് എഗ്രീഡ് ആൻഡ് ടെയിൽ നോഡഡ് ടു. കാറ്റത് സമ്മതിക്കുകയും വാല് കുലുങ്ങിക്കൊണ്ട് സമ്മതിക്കുകയും ചെയ്തു. ദ സ്ട്രിങ് ഓൾസോ സ്മൈൽഡ് ആൻഡ് എഗ്രീഡ്. സ്ട്രിങ്ങും ചിരിച്ചുകൊണ്ട് സമ്മതിച്ചു. ദ കൈറ്റ് സ്റ്റാർട്ടഡ് ഡാൻസിങ് ഇൻ ദ എയർ. പട്ടം ആകാശത്ത് പറക്കാൻ നൃത്തം ചെയ്യാൻ തുടങ്ങി. ദ മേയർ സ്മൈൽഡ് വാംലി. മേയർ നല്ല ചിരിയോട് പറഞ്ഞു, യു ആർ റൈറ്റ്, ടുഗദർ യു മേക്ക് ദ കൈറ്റ് ഫ്ലൈ ബ്യൂട്ടിഫുള്ളി. നിങ്ങളെല്ലാവരും പറഞ്ഞത് സത്യമാണ്. നിങ്ങളെല്ലാവരും ഒരുമിച്ചാണ് പട്ടത്തെ ഇത്ര നല്ല ഭംഗിയിൽ പറക്കാൻ സഹായിക്കുന്നത്. ദ കൈറ്റ് ഈസ് സിംബൽ ഓഫ് യൂണിറ്റി. ഈ പട്ടം എന്ന് പറയുന്നത് നമ്മുടെ ഏകത്വത്തിൻ്റെ ഒരു സിംബലാണ്, ഐക്യത്തിൻ്റെ ചിഹ്നമാണ്. ഇഫ് വി വർക്ക് ടുഗെദർ വി ക്യാൻ അച്ചീവ് എനിത്തിങ്. നമ്മൾ ഒരുമിച്ച് നിന്ന് ജോലി ചെയ്താൽ നമുക്ക് എന്തും നേടിയെടുക്കാൻ സാധിക്കും. എവ്രി വൺ സ്മൈൽഡ്. എല്ലാവരും ചിരിച്ചു. ടുഗെദർ വി ഫ്ലൈ ദ കൈറ്റ്. നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ച് പട്ടം പറത്തും. ദേ ഷൗട്ടഡ് ചീർഫുള്ളി. അവരെല്ലാവരും സന്തോഷത്തോടുകൂടെ പറഞ്ഞു. ദ കൈറ്റ് കണ്ടിന്യൂ ടു സോ ഹൈ ഇൻ ദ സ്കൈ. പട്ടം അങ്ങനെ ആകാശത്തൂടെ ഉയർന്നങ്ങ് പോയി. മൈക്കൽ റോജേഴ്സിൻ്റെ ഒരു കഥയാണ്. നൗ ഹിയർ യു ഹാവ് ദ ഗ്ലോസറി. അതിന് ഗ്ലോസറി ഒക്കെ കൊടുത്തിട്ടുണ്ട്. ചീർഫുൾ എന്ന് പറഞ്ഞാൽ ഹാപ്പി, ക്രാഷ് എന്ന് പറഞ്ഞാൽ ടു ഫാൾ സഡൻലി ആൻഡ് ഹിറ്റ് എ സർഫസ്, അല്ലേ? അങ്ങോട്ടേക്ക് വീണ് പെട്ടെന്ന് വീണ് എവിടെയെങ്കിലും ഒന്ന് മുട്ടുക. ഫ്ലട്ടർ എന്ന് പറഞ്ഞാൽ ടു മൂവ് ദ വിങ്സ് ക്വിക്ക്ലി ആൻഡ് ലൈറ്റ്ലി. പെട്ടെന്ന് വെട്ടിക്കുക എന്ന് പറയില്ലേ നമ്മൾ, അത്. പോസ് എന്ന് പറഞ്ഞാൽ തൽക്കാലത്തേക്ക് നിർത്തുക. പ്രൈഡ് എന്ന് പറഞ്ഞാൽ ഫീലിംഗ് ഓഫ് സാറ്റിസ്ഫാക്ഷൻ ഫ്രം വൺസ് അച്ചീവ്മെൻറ്റ്സ്. നമ്മൾ എന്തെങ്കിലും കാര്യം നേടിക്കഴിഞ്ഞാൽ നമുക്കുണ്ടാകുന്നൊരു ഫീലിംഗ് ഇല്ല, അതാണ് പ്രൈഡ്. സോർ എന്ന് പറഞ്ഞാൽ ടു റൈസ് ഓർ ഫ്ലൈ. ഉയരത്തിൽ പറക്കുന്നതിനെയാണ് സോർ എന്ന് പറയും. സ്റ്റഡി എന്ന് പറഞ്ഞാൽ ബാലൻസ്ഡ്. സ്ട്രോൾ എന്ന് പറഞ്ഞാൽ ടു വാക്ക് ഇൻ സ്ലോ റിലാക്സ്ഡ് വേ. നമ്മൾ മെല്ലെ നല്ല രീതിയിൽ ഇങ്ങനെ നടക്കാറില്ല ചിലപ്പോൾ. ഉലാത്തുക എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ടോ? അതാണ് സ്ട്രോൾ. ഒരു റിലാക്സ് ആയിട്ട് മെല്ലെ നടക്കുന്നത്. വിസ്പർ എന്ന് പറഞ്ഞാൽ ടു സ്പീക്ക് വെരി സോഫ്റ്റ്ലി, മെല്ലെ സംസാരിക്കുന്നത്. നൗ ഹിയർ ആർ ദ ഈവൻറ്റ്സ് ഓഫ് ദ സ്റ്റോറി. ഹു ഫ്ലൈസ് ദ കൈറ്റ്? ദേ ആർ ഇൻ ജംബിൾഡ് മാനർ. അറേഞ്ച് ദം ഇൻ കറക്റ്റ് ഓർഡർ. നമുക്കിവിടെ ആ കഥയിൽ കുറച്ച് ഈവൻറ്റ്സ് തെറ്റിച്ചിട്ട് തന്നിട്ടുണ്ട്. അതിൻ്റെ ഓർഡർ നമ്മൾ വായിച്ചിട്ട് ഓർഡർ ശരിയാക്കണം. ബോയ് സെഡ്, ഐ മെയ്ഡ് ദിസ് കൈറ്റ് ആൻഡ് ഐ ഫ്ലൈ ഇറ്റ്. ഞാനാണ് ഈ പട്ടുണ്ടാക്കി പറത്തിയതെന്ന് പറഞ്ഞു. ദേ ഓൾ സ്മൈൽഡ് ആൻഡ് എഗ്രീഡ്. ദ കൈറ്റ് ഫ്ലൈസ് ബിക്കോസ് വി വർക്ക് ടുഗെദർ ആസ് എ ടീം. ഇത് ലാസ്റ്റ് സെൻറ്റൻസ് ആയിരിക്കും അല്ലേ? ദ കൈറ്റ്സ് ടെയിൽ സെഡ്, ഐ കീപ് ദ കൈറ്റ് സ്റ്റഡി ഇൻ ദ എയർ. The wind softly whispered, I lift the kite high. The mayor saw a boy flying a bright and colorful kite in the park. Pay the first. Yes, this is the first one. Then boy said, പിന്നെ ആര് പറഞ്ഞു? അത് കേട്ടപ്പോൾ വിൻഡ് പറഞ്ഞു, പിന്നെ ടെയില് പറഞ്ഞു, പിന്നെ ലാസ്റ്റ് ദേ ഓൾ സ്മൈൽഡ്. സോ ഇങ്ങനെയാണ് എൻ്റെ ഓർഡർ. സോ നമുക്കത് ഓർഡർ ശരിയാക്കിയിട്ടൊന്ന് ഇവിടെ എഴുതാം. ഓക്കെ. First one, the mayor saw the boy flying a bright and colorful kite in the park. The boy said, I made this kite and I fly it. The wind softly whispered, I lift the kite high. The kite's tail said, I keep the kite steady in the air. They all smiled and agreed. The kite flies because we work together as a team. Okay, now
Picture story card. Look at the pictures given below. Some of the events are given. Write the events in the given space and add pictures wherever necessary. Give a suitable title. അപ്പോൾ ഇവിടെ നമുക്ക് ഒരു കഥയുടെ ഭാഗങ്ങൾ തന്നിട്ടുണ്ട്. അപ്പോൾ കുറച്ച് മാത്രം നമുക്ക് തന്നിട്ടുള്ളൂ, ബാക്കി നമ്മൾ പൂരിപ്പിക്കണം. റെയ്നി വാസ് ഫോണ്ട് ഓഫ് പ്ലാന്റ്സ്. റെയ്നിക്ക് ചെടികൾ ഭയങ്കര ഇഷ്ടമാണ്. വൺ ഡേ ഹി ഗോട്ട് എ സാപ്ലിംഗ്. ഒരു ദിവസം അവനൊരു ചെറിയ കുഞ്ഞു ചെടി കിട്ടി. ഹി ഡിസൈഡഡ് ടു പ്ലാന്റ് ദ സാപ്ലിംഗ് ഇൻ ഹിസ് ഓർച്ചേർഡ്. അവൻ്റെ തോട്ടത്തിൽ ആ സാപ്ലിംഗ് നടാൻ തീരുമാനിച്ചു. ദെൻ റെയ്നി ഡഗ് ദ സോയിൽ ആൻഡ് പ്ലാന്റഡ് ദ സാപ്ലിംഗ്. അല്ലേ, ഇവിടെ എന്താ ചെയ്യുന്നത്? റെയ്നി ഡഗ് ദ സോയിൽ ആൻഡ് പ്ലാന്റഡ് ദ സാപ്ലിംഗ്. മണ്ണ് മാന്തി അതിനെ അവിടെ നട്ടു. അടുത്തതോ, എവ്രി ഡേ ഹി വാട്ടേർഡ് ദ സാപ്ലിംഗ്. ഹിസ് ആനിമൽ ഫ്രണ്ട്സ് ഹെൽപ്ഡ് ഹിം. എല്ലാ ദിവസവും അവന് ആ ചെടിക്ക് വെള്ളം ഒഴിക്കുകയും അവൻ്റെ ഫ്രണ്ട്സൊക്കെ അവനെ സഹായിക്കുകയും ചെയ്തു. പിന്നെയോ അവർ ആ ചെടിയെ നല്ല രീതിയിൽ പരിപാലിക്കുന്നുണ്ട് അല്ലേ. അപ്പം അതെങ്ങനെ എഴുതും? ദേ ലുക്ക്ഡ് ആഫ്റ്റർ ദ പ്ലാന്റ് ഡെയിലി ആൻഡ് ടു കെയർ ഓഫ് ഇറ്റ്. ഇസ് ഇറ്റ്? ദ ഡിയർ വാട്ടേർഡ് ദ പ്ലാന്റ്. ദ റാബിറ്റ്, ഡിയർ എന്ത് ചെയ്തു? ഇതാ വെള്ളം കൊണ്ട് വന്നിട്ടുണ്ട്. പിന്നെ റാബിറ്റ് എന്ത് ചെയ്യുന്നു? ചെടികളുടെ പിന്നെ ഉണങ്ങിയ ഇലയൊക്കെ പൊട്ടിക്കുന്നുണ്ട്. പിന്നെ എന്ത് ചെയ്യുന്നു? ഫോക്സ് എന്ത് ചെയ്യുന്നു? പിന്നെ സോയിലൊക്കെ നേരെ നല്ല മണ്ണൊക്കെ റെഡിയാക്കി കൊടുക്കുന്നുണ്ട്. നമുക്ക് എഴുതാം, ദേ ലുക്ക്ഡ് ആഫ്റ്റർ ദ പ്ലാന്റ് ഡെയിലി ആൻഡ് ടു കെയർ ഓഫ് ഇറ്റ്. ദ ഡിയർ വാട്ടേർഡ് ദ പ്ലാന്റ്. ദ റാബിറ്റ് റിമൂവ്ഡ് ഡ്രൈ ലീവ്സ്. ദ ഫോക്സ് പ്രിപ്പയർഡ് ദ സോയിൽ ആൻഡ് ദ ബോയ് ആൻഡ് ദ മങ്കി മാനുവേർഡ് ദ പ്ലാന്റ്. ദ പ്ലാന്റ് സ്റ്റാർട്ടഡ് ടു ഗ്രോ. അങ്ങനെ ചെടി വളരാൻ തുടങ്ങി. ഇവിടെ പിക്ചർ കൊടുത്തിട്ടുണ്ട്, ഭാഗം നമ്മൾ എഴുതണം. അപ്പം എന്താണ്, അത് ഇച്ചിരി വലുതായി അല്ലേ. നമുക്ക് ഇങ്ങനെ എഴുതാം, the plant grew taller and taller. Every day Rennie and his friends sat under a tree and played. അല്ലേ, ഇവിടെ ചെടി ദിവസം വളർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ റെനിയും ഫ്രണ്ട്സും അവിടെ ഇരുന്നു കളിച്ചു. ഇനി ഇവിടെ ചിത്രം തന്നിട്ടില്ല, നമുക്ക് സെൻറ്റൻസ് തന്നിട്ടുണ്ട്. വൺ ഡേ എ മംഗൂസ് കെയിം ദർ. ഇറ്റ് ബിഗാൻ ടു മേക്ക് എ ബറോ അണ്ടർ ദ ട്രീ. ദ മങ്കി സോ ഇറ്റ്. ഹി ഇൻഫോംഡ് ഹിസ് ഫ്രണ്ട്സ്. പിന്നെ മംഗൂസ് വന്നു. അപ്പോൾ നമ്മൾ ആ ചിത്രം ഇവിടെ വരക്കാം. അതിന് മാച്ച് ആയിട്ടുള്ള എന്നിട്ട് അവൻ അവിടെ ഒരു മാളം മാന്താൻ വേണ്ടി തുടങ്ങി. നെക്സ്റ്റ് പിക്ചർ തന്നിട്ടുണ്ട്, നമ്മൾ എഴുതണം. ഓൾ ദ ആനിമൽസ് ടുഗെദർ ഡ്രൂ ദ മംഗൂസ് എവേ. എല്ലാവരും ചേർന്ന് മംഗൂസിനെ അങ്ങ് ഓടിച്ചു. അപ്പോൾ നമുക്കവിടെ ചിത്രം വരയ്ക്കാം അല്ലേ. മംഗൂസിനെയും വരക്കാം, ആ ഒരു ചിത്രം വരക്കാം. ദെൻ ലാസ്റ്റ് എന്താണ്, ചിത്രം നമുക്ക് തന്നിട്ടില്ല, സെൻറ്റൻസ് തന്നിട്ടുണ്ട്. ദ ട്രീ വാസ് ഫുൾ ഓഫ് ഡെലീഷ്യസ് ഫ്രൂട്ട്സ്. റെനി ആൻഡ് ഫ്രണ്ട്സ് പ്ലക്ഡ് ദ ഫ്രൂട്ട്സ് ആൻഡ് എയ്റ്റ് ദം. അപ്പം ട്രീ ഫുൾ ഓഫ് ഫ്രൂട്ട്സ് ആയിട്ടുണ്ട്. റെനിയും ഫ്രണ്ട്സും ചേർന്ന് അതെല്ലാം പറിച്ചെടുത്ത് തിന്ന് ആസ്വദിച്ചു. സോ ദിസ് ഈസ് ദ സ്മോൾ സ്റ്റോറി. ഓക്കെ, നൗ ഇനി ചേർന്ന് ചിത്രം വരക്കാം. കൈറ്റ്സ്. കൈറ്റ്സ് മേക്ക് ഡിഫറെൻറ്റ് കൈറ്റ്സ് ഓഫ് കൈറ്റ്സ് യൂസിങ് കളർ പേപ്പർ. കളർ പേപ്പർ വെച്ചിട്ട് പലതരം പട്ടങ്ങൾ ഉണ്ടാക്കുക. റൈറ്റ് മെസ്സേജസ് അബൌട്ട് യൂണിറ്റി ആൻഡ് ടീം വർക്ക് ഓൺ ദം. അതിൽ യൂണിറ്റി ആൻഡ് ടീം വർക്കിനെ കുറിച്ചിട്ട് മെസ്സേജസ് എഴുതുക. എന്നിട്ടോ, അതായത് എക്സാമ്പിൾ യൂണിറ്റി സ്ട്രെങ്ത്, ഐക്യമത്യം മഹാബലം. അപ്പോൾ അതുപോലെയുള്ള സെൻറ്റൻസുകൾ എഴുതുക. എന്നിട്ട് ഓർഗനൈസ് എ കൈറ്റ് ഫ്ലൈയിങ് കോമ്പറ്റീഷൻ ഇൻ യുവർ സ്കൂൾ. ഒരു പട്ടം പറത്തൽ മത്സരം നിങ്ങൾക്ക് നടത്താം. ഇതുപോലെ പട്ടമൊക്കെ ഉണ്ടാക്കാം. അപ്പോൾ ഇവിടെ ഒരു കൈറ്റിനെ കുറിച്ചിട്ട് ഒരു ചെറിയ റിഡിൽ നമ്മൾ നേരത്തെ ചെയ്തില്ല, അതുപോലെ ഒരു റിഡിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഐ ആം ടൈഡ് ടു എ സ്പ്രിംഗ് യെറ്റ് ഫ്ലൈ ഹൈ. ദ വിൻഡ് ഈസ് മൈ ഫ്രണ്ട്. ഐ ഹാവ് എ ടെയിൽ ബട്ട് നോ ഹാൻഡ്സ്. ഹു ആം ഐ? ആരാണ്? യെസ്, കൈറ്റ്. അപ്പോൾ ഇതൊന്ന് കാണാതെ പഠിച്ചു വെച്ചോട്ടെ. ഈ റിഡിൽസൊക്കെ ചിലപ്പോൾ എക്സാമിനൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ പട്ടത്തിൻ്റെ പുറത്ത് നമ്മൾ എന്ത് എഴുതണം? കുറച്ച് സെൻറ്റൻസസ് എഴുതണം. എലോൺ വി ക്യാൻ ഡു സോ ലിറ്റിൽ. നമ്മൾ ഒറ്റയ്ക്ക് നമുക്ക് കുറച്ചേ ചെയ്യാൻ പറ്റും. ടുഗെദർ വി ക്യാൻ ഡു മച്ച്, അല്ലേ. ഇൻ യൂണിയൻ ദർ ഈസ് സ്ട്രെങ്ത്. ടീം വർക്ക് മേക്സ് ദ ഡ്രീം വർക്ക്. ഇങ്ങനെ ഒരുപാട് സെൻറ്റൻസസ് ഉണ്ട്, നമുക്ക് അതൊക്കെ നമ്മുടെ പട്ടത്തിൽ എഴുതാം. ഇനി ക്രാഫ്റ്റ് കോർണർ. ലുക്ക് അറ്റ് ദ പിക്ചേഴ്സ്. ദ ആൻഡ്സ് ആർ മെയ്ഡ് വിത്ത് ഡിഫറെൻറ്റ് മെറ്റീരിയൽസ്. ലെറ്റ് us മേക്ക് അവർ ഓൺ ഹാൻഡ്സ്. അപ്പോൾ ഉറുമ്പിനെ പല സാധനങ്ങൾ കൊണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതുപോലെ നിങ്ങളും ഉണ്ടാക്കുക. അപ്പോൾ ഞാനിവിടെ ഒരു ആൻറ്റിനെ ഉണ്ടാക്കിയിട്ടുണ്ട്, പേപ്പർ ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കിയതാണ്. എന്നിട്ട് അതിനെക്കുറിച്ചിട്ടുള്ള ഇത് കംപ്ലീറ്റ് ചെയ്യുക. ഐ മെയ്ഡ് മൈ ആൻഡ് വിത്ത് പേപ്പർ. ഞാൻ പേപ്പർ കൊണ്ട് ഉണ്ടാക്കിയിട്ട് പേപ്പറിന് കൊടുത്തു. ഇറ്റ്സ് കളർ ഈസ് ബ്ലാക്ക്. അത് ബ്ലാക്ക് ആണ്. മൈ ആൻഡ് ഹാസ് 3 legs. ഞാനിവിടെ ഒട്ടിച്ചപ്പോൾ 3 legs മാത്രമേ ഒട്ടിക്കാൻ പറ്റിയുള്ളൂ. 4ാമത്തെ ലെഗ് ഒട്ടിക്കാൻ അവിടെ സ്ഥലം ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഞാൻ 3 ഒട്ടിച്ചുള്ളൂ. നൗ ഐ നെയിംഡ് മൈ ആൻഡ് ബെൻ. ഞാൻ ബെൻ എന്നാണ് പേര് കൊടുത്തത്. ഐ വുഡ് ലൈക്ക് ടു പ്ലേസ് മൈ ആൻഡ് ഇൻ ദ ഗ്രാസ്. ഞാനത് ഗ്രാസിലാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഗാർഡൻ, ഫോറസ്റ്റ്, പ്ലേ ഗ്രൗണ്ടൊക്കെ എഴുതാം. അപ്പോൾ ഈ രീതിയിൽ അത് കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ യൂണിറ്റിലുള്ളത്. സോ സീ യു വിത്ത് ദ നെക്സ്റ്റ് യൂണിറ്റ്.
activities. Till then, bye bye and take care.